Hi student, നമ്മൾ ഇന്ന് നോക്കുന്ന ചാപ്റ്റർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാപ്റ്റർ കാണുന്നതെങ്കിൽ ഇതിന്റെ മുന്നത്തെ ചാപ്റ്റർ ഒക്കെ നിങ്ങൾ കാണാം. ജസ്റ്റ് പ്ലേലിസ്റ്റിൽ പോവുക, പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങളെ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ചാപ്റ്ററിലോട്ട് പോവാം. ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ ഡെഫിനിഷൻ പറയുന്നത് എന്താ വെച്ചാൽ, നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. എ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഈസ് സിംപ്ലി എൻ ഇക്വേഷൻ വിച്ച് കണ്ടെയ്ൻ ഡെറിവേറ്റീവ്. നിങ്ങൾ ജസ്റ്റ് കാര്യങ്ങൾ മനസ്സിലാക്കിയാലും മതി കേട്ടോ, വെറുതെ ഇങ്ങനെ എഴുതി പോകണമെന്നില്ല, ആവശ്യമുള്ള ആളുകൾക്ക് എഴുതാം. അപ്പോൾ സംഭവം പറയുന്നത് എന്താ, ഡിഫറൻഷ്യൽ ഇക്വേഷൻ സിംപ്ലി ഒരു ഇക്വേഷനാണ്. ഒരു ഇക്വേഷൻ എന്ന് പറയുമ്പോൾ എന്താ, രണ്ട് സൈഡ് ഉണ്ടായിരിക്കും, LHS സൈഡ് ഉണ്ടായിരിക്കും, RHS സൈഡ് ഉണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ സിംപ്ലി ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഒരു ഇക്വേഷനാണ്, LHS ഉണ്ട്, RHS ഉണ്ട്. പക്ഷേ ഇറ്റ്സ് കണ്ടെയ്ൻ എന്തുണ്ടായിരിക്കും, അതിലൊരു ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ഡെറിവേറ്റീവ് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ്റെ ഡെറിവേറ്റീവ്, ഫോർ എക്സാമ്പിൾ dy/dx ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ d²y/dx² ഉണ്ടായിരിക്കാം ആ ഇക്വേഷനിൽ എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതാണ് അതിൻ്റെ ഡെഫിനിഷൻ പറയുന്നത്. സാധാരണ രീതിയിൽ ഒരു നോർമൽ ഇക്വേഷൻ അല്ലെങ്കിൽ നോർമൽ ആൾജിബ്രിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ നിങ്ങൾക്ക് അറിയാം y ഈക്വൽ ടു, ഒരു നോർമൽ ആൾജിബ്രിക് ഇക്വേഷൻ എക്സാമ്പിളാണ് ഞാൻ എഴുതുന്നത്, y ഈക്വൽ ടു x² + 5x + 2. ഇതൊരു നോർമൽ ആൾജിബ്രിക് ഇക്വേഷനാണ്. ഇതും അതും തമ്മിലുള്ള വ്യത്യാസമാണ് പറയുന്നത്. ഇതൊരു ആൾജിബ്രിക് ഇക്വേഷനാണ്, ആൾജിബ്രിക് അല്ലേ എഴുതുന്നില്ല, ആൾജിബ്രിക് ഇക്വേഷൻ. നെക്സ്റ്റ് ഞാൻ പറയുന്നത് ഒരു ട്രിഗണോമെട്രിക് ഇക്വേഷനാണ് പറയുന്നത്. ട്രിഗണോമെട്രിക് ഇക്വേഷൻ സാധാരണ രീതിയിൽ നമുക്ക് y ഈക്വൽ ടു x ഇൻറ്റു tan x പ്ലസ് അല്ലെ sec x നോ, അല്ലെങ്കിൽ cos 5x നോ, sec x പ്ലസ് cos 5x. അപ്പോൾ ഇതൊരു ട്രിഗണോമെട്രി ഇക്വേഷനാണ്, ഇതൊരു ആൾജിബ്രിക് ഇക്വേഷനാണ്. ഇതിൽ നിന്നെല്ലാം ഡിഫറെൻ്റ് ആയിട്ടാണ് നമ്മൾ പറയുന്നത് എന്ത്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാനൊരു എക്സാമ്പിൾ എഴുതാൻ പോവാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷൻ DE കേട്ടാ. ഞാൻ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ ഷോർട്ട് ചെയ്തിട്ട് DE എന്നാണ് എഴുതുന്നത്. എല്ലാം ഇപ്പോഴും ഞാൻ DE എന്ന് എഴുതി കഴിഞ്ഞാൽ എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് മനസ്സിലാക്കിക്കോളാം. ഷോർട്ട് ചെയ്തിട്ട് ഞാൻ എഴുതുകയാണ്. DE മീൻസ് എന്താണ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഞാൻ ഇവിടെ ബ്രാക്കറ്റിൽ കൊടുക്കുന്നുണ്ട് DE കേട്ടാ. അപ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ ഷോർട്ട് ആയത് DE എന്ന് എഴുതിയാൽ മതി. ഓക്കെ, അപ്പോൾ ഒരു DEക്ക് ഞാനൊരു എക്സാമ്പിൾ എഴുതാൻ പറയുന്നു. എക്സാമ്പിൾ ഓഫ് DE, ഞാൻ എക്സാമ്പിൾ ഓഫ് DE എഴുതാണ്. അപ്പോൾ ഇഷ്ടമുള്ള നമുക്കൊരു എക്സാമ്പിൾ എഴുതാം. ഞാനൊരു എക്സാമ്പിൾ എഴുതുന്നത് d²y/dx² പ്ലസ് dy/dx ഹോൾ പവർ 5 മൈനസ് 4x പ്ലസ് 3y ഈക്വൽ ടു 8. എൻ്റെ എക്സാമ്പിൾ എഴുതിയാണ്. അപ്പോൾ ഈ എക്സാമ്പിൾ നിങ്ങൾ കണ്ടറിയാം, രണ്ട് സൈഡുണ്ട്, LHS സൈഡ് ഉണ്ട്, RHS സൈഡ് ഉണ്ട്. സിംപ്ലി എന്ന ഇക്വേഷനാണ്. ഇക്വേഷൻ കണ്ടെയ്ൻ ഇതിൽ എന്തുണ്ടായിരിക്കും, ഡെറിവേറ്റീവ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ട്, ഫസ്റ്റ് ഡെറിവേറ്റീവ് ഉണ്ട്. ഇതിനാണ് നമ്മൾ dy/dx ഫസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയും, d²y/dx² നമ്മൾ എന്ത് പറയും, സെക്കൻഡ് ഡെറിവേറ്റീവ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ വീണ്ടും റീപ്ലേസ് ചെയ്തിട്ട് ഇതേ സെയിം ഇക്വേഷന് ഈക്വലൻസ് ആക്കിയിട്ട് ഇതിന് ഈക്വൽ ആയിട്ട് ഞാൻ എഴുതുന്നതാണ്. d²y/dx² സെക്കൻഡ് ഡെറിവേറ്റീവ് അല്ലേ, y" എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. dy/dx എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ dy/dx എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. അതിനെ y' ഹോൾ പവർ 5 മൈനസ് 4x ആയിട്ട് അങ്ങനെ തന്നെ എഴുതാം. അപ്പോൾ രണ്ട് ഇക്വേഷനും എന്താണ്, ഈക്വൽ ആണ്. അപ്പോൾ ഇതിൻ്റെ ടേം സെക്കൻഡ് ഡെറിവേറ്റീവിന് നമുക്ക് എന്ത് പറയാം, y" എന്ന് പറയാം. ഫസ്റ്റ് ഡെറിവേറ്റീവിന് y' എന്നും കൂടി പറയാം. അപ്പോൾ y' എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, ഫസ്റ്റ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. y" എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അപ് ടു നമുക്ക് എന്ത് പറയാം, yn" അല്ലേ. അപ്പോൾ nth വിത്ത് റെസ്പെക്ട് ടു എന്താണ്, എക്സ്. അപ്പോൾ ഫസ്റ്റിൻ്റെ സെക്കൻഡിൻ്റെ തേർഡിൻ്റെ അപ് ടു n ടേം വരെ നമുക്ക് വരാം. അപ്പോൾ ജനറലി ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട് ഡിഫറൻഷ്യൽ ഇക്വേഷന്. അതുപോലെ തന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്ന് ഇപ്പോൾ ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നോർമൽ ആൾജിബ്രിക് ഇക്വേഷനും അല്ലെങ്കിൽ ട്രിഗണോമെട്രിക് ഇക്വേഷനിലും ഡിഫറെൻ്റ് ആയിട്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. സിംപ്ലി ഒരു ഇക്വേഷനാണ്, LHS ഉണ്ടായിരിക്കും, RHS ഉണ്ട്. അതുകൊണ്ടാണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അതിൽ എന്തുണ്ടായിരിക്കും, അറ്റ്ലീസ്റ്റ് എന്തുണ്ടായിരിക്കും, ഒരു ഡെറിവേറ്റീവ് ടേം ഉണ്ടായിരിക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, d²y/dx² പ്ലസ് dy/dx ഹോൾ പവർ 5 മൈനസ് 4x പ്ലസ് 3y ഈക്വൽ ടു 8 എന്ന് പറഞ്ഞ ഒരു സിമ്പിൾ എക്സാമ്പിൾ. ഇഷ്ടം പോലെ സോ മെനി എക്സാമ്പിൾസ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിംപ്ലി ഞാനൊരു എക്സാമ്പിൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. കൂടുതൽ എക്സാമ്പിൾ നമ്മൾ കൂടെ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതിൻ്റെ ഒരു ഐഡിയ കിട്ടിയെന്ന് നിങ്ങൾക്ക് വിചാരിക്കുന്നു. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് എന്താ വെച്ചാൽ ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. ജനറൽ ആൻഡ് പെർട്ടിക്കുലർ സൊല്യൂഷൻ. സാധാരണ രീതിയിൽ നമ്മൾ ഒരു ആൾജിബ്രിക് ഇക്വേഷൻ, ഒരു എക്സാമ്പിൾ ഞാൻ ആൾജിബ്രിക് ഇക്വേഷൻ എക്സാമ്പിൾ x² + 2x + 1 = 0.
എക്സ് സ്ക്വയർ പ്ലസ് 2x പ്ലസ് 1 ഈക്വൽ ടു 0. ഇതിൻ്റെ റിസൾട്ട് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ വരിക അല്ലേ? നമുക്കറിയാം a പ്ലസ് ബി ഹോൾ സ്ക്വയറിൽ എക്സ്പാൻഡ് ചെയ്ത എക്സ് പ്ലസ് 1 ഹോൾ സ്ക്വയർ ആണ് ഇതിൻ്റെ എക്സ്പാൻഷൻ അല്ലേ? അപ്പോൾ എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് പ്ലസ് 1 ഈക്വൽ ടു 0. വാട്ട് ഈസ് എക്സ്? എക്സ് ഈക്വൽ ടു -1, എക്സ് ഈക്വൽ ടു -1. സോ -1 ആണ് നമുക്ക് റിസൾട്ട് അല്ലേ? ഒരു റിസൾട്ട് എക്സ് ഈക്വൽ ടു -1 സിംഗിൾ റിസൾട്ട്, ഒരു സിംഗിൾ വാല്യൂ ആണ് നമുക്ക് ആൾജിബ്രിക് ഇക്വേഷൻ്റെ കേസിൽ കിട്ടി. എന്നാൽ നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ അങ്ങനെയല്ല പറയുന്നത്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ എപ്പോഴും എന്താ വെച്ചാൽ ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കില്ല സൊല്യൂഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് പറയുന്നത്. ഒരു കാരണവശാലും എന്തായിരിക്കില്ല, ഇതുപോലെ ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കില്ല നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ. മറിച്ച് ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫംഗ്ഷൻ ആയിരിക്കും. എന്തായിരിക്കും? സംതിങ് ഒരു ഫംഗ്ഷൻ ആയിരിക്കും. ഒരു ഹൈ ആയിട്ടുള്ള y ഈക്വൽ ടു സംതിങ് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന സംതിങ് ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു ഫംഗ്ഷൻ ആയിരിക്കും. അതെന്താണെന്ന് നമുക്ക് നെക്സ്റ്റ് കേസിൽ നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങളിപ്പോൾ ഈ പാർട്ടിൽ നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ സൊല്യൂഷൻ എന്തായിരിക്കില്ല, ഒരു സിംഗിൾ വാല്യൂ ആയിരിക്കില്ല, മറിച്ച് എന്തായിരിക്കും, ഒരു ഫംഗ്ഷൻ ആയിട്ടായിരിക്കും നമുക്ക് റിസൾട്ട് ഫോം ചെയ്യുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, അപ്പം നമുക്ക് നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്? അപ്പോൾ ഒരു ജനറൽ ഫോം ഞാൻ പറയാം. എന്താണ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസ്? അതായത് ഇക്വേഷൻ ഡെഫിനിഷൻ എന്താണ് പറയുന്നത്? ODE, ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഷോർട്ടായിട്ട് നമുക്ക് എന്ത് പറയാം? ODE നമുക്ക് പറയാനൊരു എളുപ്പമായി. ഓക്കെ, ഡെഫിനിഷൻ എന്താണ്? ഇസ് എൻ ഇക്വേഷൻ മീൻസ് LHS ഉണ്ടായിരിക്കും, RHS ഉണ്ടായിരിക്കും, ഇൻവോൾവിങ് എ ഫംഗ്ഷൻ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. ഒരു ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, അതിലെന്തുണ്ടായിരിക്കും, ആ ഫംഗ്ഷനിൽ എന്തുണ്ടായിരിക്കും, ഒരു ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. അപ്പോൾ ജനറലി നമുക്ക് തരുന്ന ഒരു ഇക്വേഷൻ എന്തുണ്ടായിരിക്കും, സംതിങ് ഫംഗ്ഷൻ ഉണ്ടായിരിക്കും, ആ ഫംഗ്ഷൻ്റെ ഒപ്പം തന്നെ അതിൽ എന്തുണ്ടായിരിക്കും, ഒരു ഡെറിവേറ്റീവ് ഉണ്ടായിരിക്കും. ഇതിൻ്റെ ജനറൽ ഫോം എന്താണെന്ന് വെച്ചാൽ, ജനറൽ ഫോമാണ് ഞാൻ പറയുന്നത്. ജനറൽ ഫോം പറയുന്നത് ഫംഗ്ഷൻ, സംതിങ് ഫംഗ്ഷൻ എന്തുണ്ടായിരിക്കും വെച്ചാൽ ഇൻവോൾവിങ് എക്സ് ഉണ്ടായിരിക്കും, വൈ ടേം ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ വൈ ഡാഷ് ഉണ്ടായിരിക്കും, അപ് ടു yn ഡാഷ് ഉണ്ടായിരിക്കും. y ഡാഷ് y2 y3 y2 അപ് ടു yn ഡാഷ് വരെ നമുക്ക് വരാം. ഓക്കെ, ഈക്വൽ ടു 0. ഇക്വേഷൻ ആയ കാരണമാണ് LHS ഈക്വൽ ടു RHS എന്നുള്ള ഒരു കോൺസെപ്റ്റ്. ഓക്കെ, ഇതിൽ പറയുന്നത് എന്താ വെച്ചാൽ y ഈസ് ദി ഫോം ഓഫ് എക്സ്. നമുക്ക് തരുന്ന ഫംഗ്ഷൻ എന്തായിരിക്കും, ഒരു എക്സ് ഫോമിലുള്ളതായിരിക്കും നമുക്ക് കിട്ടുക. ഓക്കെ, ഇതിൽ നമ്മൾ പറയുന്നത് y ഡാഷ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇനി അറിയാം. y ഡാഷ് എന്ന് പറഞ്ഞാൽ dy/dx ആണ്. ഇതിന് നമ്മൾ ഇംപ്ലൈസ് എന്ത് പറയാം? ഫസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയാം, ഫസ്റ്റ് ODE എന്ന് പറയാം. y ഡബിൾ ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ d²y/dx². ഇതിന് നമുക്ക് എന്ത് പറയാം? സെക്കൻഡ് ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയാം. അപ് ടു yn ഡാഷ് ഉണ്ടായിരിക്കും d⁻ny/dx⁻n അല്ലേ? നമുക്ക് എന്ത് പറയാം? nth ODE ആണെന്ന് നമുക്ക് എന്ത് പറയാം? ഇതിൽ ഞാനൊരു എക്സാമ്പിൾ പറയാണ്. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഞാൻ പറയാണ്. സെക്കൻഡ് ഓർഡർ d²y/dx² പ്ലസ് x² ഈക്വൽ ടു y. ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ കണ്ടെയ്ൻ എന്തുണ്ട്? ഫംഗ്ഷൻ ഇൻവോൾവിംഗ് ഫംഗ്ഷൻ ഉണ്ട് ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്. അതിൽ ഫംഗ്ഷൻസ് ഉണ്ടായിരിക്കും, എക്സ് ഉണ്ടായിരിക്കാം, വൈ ഉണ്ടായിരിക്കാം. അതിൻ്റെ ജനറൽ ഫോമാണ് ഞാൻ പറഞ്ഞത്. എക്സ് ഉണ്ടായിരിക്കാം, വൈ ഉണ്ടാവാം, അതുപോലെ തന്നെ എന്തുണ്ടായിരിക്കും, സംതിങ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആവും. എക്സ് ഉണ്ടായിരിക്കാം, വൈ ഉണ്ടായിരിക്കാം, സംതിങ് ഡെറിവേറ്റീവ് എക്സിസ്റ്റ് ആവും. അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രോബ്ലംസ് ആണ് നമ്മൾ +2 ലെവലിൽ നമ്മൾ മാക്സിമം ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മൾ പറയുന്നത് പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഹയർ ലെവലിലാണുള്ളത്. എൻട്രൻസ് പോലത്തെ എക്സാമുകൾക്കൊക്കെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, GMAIN പോലത്തെ എക്സാമിനൊക്കെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലൊക്കെ പ്രോബ്ലം ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു സ്റ്റേറ്റ് ആൻഡ് CBSE ഒരു തിയറി ലെവലിൽ നമുക്ക് എന്ത് മതി? ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ തൽക്കാലം നമ്മൾ ലേൺ ചെയ്യാം. പിന്നെ അതുപോലെ ബാക്കിയുള്ള പാർട്ടുകളൊക്കെ ഞാൻ എൻട്രൻസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട്. അപ്പോൾ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ് നമുക്കുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി പറയാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻറ്റ് ഏരിയയാണ്, ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ചോദിക്കുന്ന ഒരു പാർട്ടാണ്. ഒരു മാർക്ക് അതിൽ നിന്ന് എക്സാമിന് 100% ചോദിക്കാറുണ്ട്. അതുപോലെ എൻട്രൻസ് എക്സാമിനും അതിൽ നിന്ന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്കത് എങ്ങനെ ക്രാക്ക് ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ തന്നെ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എല്ലാ എക്സാമിനും ചോദിക്കും ഈ ഒരു പാർട്ടിൽ നിന്ന്. ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനും എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഷുവറായിട്ടും ചോദിക്കുന്ന ഒരു ഏരിയ കേട്ടോ. നിങ്ങൾക്ക് ഒരു മാർക്ക് ഷുവറായിട്ട് അവിടെ സ്കോർ ചെയ്യാൻ പറ്റും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനും ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തിനാണ് നമ്മൾ ലേൺ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ എന്താണ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതാണ്. ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്തിനാണ് നമ്മൾ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത് വെച്ചാൽ, ഇവിടെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ
ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് ഡിഫറെൻറ്റ് ടെക്നിക്സ് ആണ്. അപ്പോൾ എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷനും സോൾവ് ചെയ്യുന്നത് ഒരേ ടെക്നിക്സ് അല്ല. നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? ഡിഫറെൻറ്റ് ടെക്നിക്ക് ഉപയോഗിച്ചും കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഓൾറെഡി ഡിഫറെൻറ്റ് ടെക്നിക്സ് നമ്മൾ ഉപയോഗിക്കണം. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടെക്നിക്സ് ആർ യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് ടൈപ്സ്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സിന് നമ്മൾ ഡിഫറെൻറ്റ് ടെക്നിക്സ് ഉപയോഗിച്ചും കൊണ്ടാണ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്? സോൾവ് ചെയ്യുന്നത്. എന്നാൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ക്ലാസിഫൈഡ് ബേസ്ഡ് ഓൺ ദി ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അനുസരിച്ച് നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ അത്രയും കാര്യങ്ങളാണ് നമ്മളിവിടെ ലേൺ ചെയ്യുന്നത്. എന്താണ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ എന്താണ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ പറയുന്നത് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതിന്റെ ഡെഫിനിഷൻ ഇതാണ്. ആവശ്യമുള്ളവർ നോട്ട് ചെയ്യുക. ഡെഫിനിഷൻ ഇതാണ്: ഹയസ്റ്റ് ഡെറിവേറ്റീവ് പ്രസന്റ് ഇൻ ദി ഇക്വേഷൻ. ഹയസ്റ്റ് ഡെറിവേറ്റീവ് present in that equation. നമുക്ക് തരുന്ന ഇക്വേഷന്റെ ഹയസ്റ്റ് ഡെറിവേറ്റീവ് വേണമെങ്കിൽ നോട്ട് ചെയ്യട്ടെ. ഹയസ്റ്റ് ഡെറിവേറ്റീവ് അതിനാണ് എന്ത് പറയുന്നത്? ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ y ഡബിൾ ഡാഷ് പ്ലസ് 2y ഡാഷ് പ്ലസ് y ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെങ്കിൽ ഓർഡർ ചോദിച്ചാൽ എത്ര പറയാം? ഇവിടെ സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ നമ്മൾ എടുക്കേണ്ടത് എന്താണ്? ഹയസ്റ്റ് ഡെറിവേറ്റീവ്. അതാണ് ഇമ്പോർട്ടൻറ്റ് പാർട്ട്. ഹയസ്റ്റ് ഡെറിവേറ്റീവ് പ്രസന്റ് ഇൻ ദി ഇക്വേഷൻ. അതാണ് നമ്മൾ എന്ത്? ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെക്കൻഡ് ഓർഡർ ആണ്. അപ്പോൾ അത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇതിന് വേണമെങ്കിൽ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ d⁵5y by dx raised to 5 plus 3dy by dx whole power 3 plus y equal to 0. ഇപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ ആണ്. ഇപ്പോൾ ഈ കേസിൽ നമ്മൾ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിഫ്ത്ത് ഓർഡർ ആണ്. ഇതിന്റെ ഹയസ്റ്റ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫിഫ്ത്ത് ഓർഡർ ആണ്. ഓക്കെ, കണ്ട എക്സാമ്പിൾ മതി ധാരാളം. സോ നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്താണെന്നാണ് പറയുന്നത്. അപ്പോൾ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഡെഫിനിഷൻ എന്താണ്? ആവശ്യമുള്ളവർക്ക് നോട്ട് ചെയ്യാം. ഇറ്റ് റെപ്രസെന്റഡ് ബൈ it is represented by the power of highest order of differential equation. Represented by the power of highest order of differential equation. Differential equation simply നമ്മൾ എന്ത് ചെയ്യാ വെച്ചാൽ ഹയസ്റ്റ് പവർ ആണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. ഹയസ്റ്റ് പവർ ഓഫ് ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. അപ്പോൾ നമ്മൾ എടുക്കുന്ന ഹയസ്റ്റ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ പറയുന്നത് നമ്മൾ എടുക്കുന്ന ഹയസ്റ്റ് മീൻസ് എന്താ? ഹയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ y ഡബിൾ ഡാഷ് ആണ്. ഇതിന്റെ പവർ എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിലുള്ള പവർ ഇവിടെ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇപ്പോൾ ഈ കേസിൽ ഇതാണ് നമ്മൾ സെക്കൻഡ് എക്സാമ്പിൾ പറഞ്ഞപ്പോൾ ഇതാണ് ഹയസ്റ്റ് d⁵5 dx⁵5 ആണ്. ഇതിന്റെ പവർ എത്രയാടാ? ഇതിന്റെ ഓൾ പവർ ഇതും എത്രയാണ്? 1 ആണ്. അപ്പോൾ നിങ്ങൾ ഈ 3 അല്ല എടുക്കേണ്ടത്. പകരം ഏതാണോ നിങ്ങൾ ഹയസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്തത്, ഒന്നുകൂടി പറയാം, ഏതാണോ നിങ്ങൾ ഹയസ്റ്റ് ആയിട്ട് ചൂസ് ചെയ്തത് അതിൻ്റെ പവറായിട്ടാണ് നിങ്ങൾ എന്ത് എടുക്കേണ്ടത്? ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എടുക്കേണ്ടത്. അപ്പോൾ ഈ കേസിൽ നിങ്ങൾക്ക് അറിയാം, രണ്ട് കേസിലും നമുക്ക് എന്താണ്? 1 ആണ് ആൻസർ ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ എന്നുള്ളത്. പിന്നെ വേറൊരു കാര്യം ഇതിൽ പറയാനുള്ളത്, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യം നോട്ട് ചെയ്യാൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. കുട്ടികൾ 1/2 മാർക്ക് പോകുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നന്നായി ശ്രദ്ധിക്കുക. ഡിഫറൻഷ്യൽ ഇക്വേഷൻ മസ്റ്റ് ബി പോളിനോമിയൽ ഇക്വേഷൻ. ഡിഫറൻഷ്യൽ ഇക്വേഷൻ മസ്റ്റ് എന്തായിരിക്കണം? പോളിനോമിയൽ ഇക്വേഷൻ ഉണ്ടാവും. പോളിനോമിയൽ ഇക്വേഷൻ എന്താണെന്ന് ഓൾറെഡി നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ +1 നിങ്ങൾ ഓൾറെഡി ലേൺ ചെയ്താണ് അല്ലെ? a0 + a1x + a2x² + up to a power x power n അല്ലേ? ഇത് ഓൾറെഡി നിങ്ങൾക്ക് പോളിനോമിയൽ ഇക്വേഷൻ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ നമുക്ക് തരുന്ന ഇക്വേഷൻ എന്തായിരിക്കണം? ഒരു പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കണം. ഇത് പോളിനോമിയൽ ഇക്വേഷൻ എക്സാമ്പിൾ ആണ്. പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെന്ന് പറയുമ്പോൾ നമുക്ക് തരുന്നതിൽ എന്തുണ്ടാവാൻ പാടില്ല? ട്രിഗ്നോമെട്രിക് വാല്യൂസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അങ്ങനെ വരികയാണെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മസ്റ്റ് ബി എ പോളിനോമിയൽ ഇക്വേഷൻ ആയിരിക്കണം. ഇങ്ങനെ ഓർഡർ എടുക്കണമെങ്കിൽ ദെൻ ഓൺലി ദ ഡിഗ്രി ടു ബി ഡിഫൈൻഡ്, എങ്കിൽ മാത്രമാണ് ഇതിനെ ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഡിഫൈൻ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ വേറൊരു കാര്യം മനസ്സിലായി. ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ കേസിൽ ഏതൊക്കെ കേസിന് എന്തുണ്ട്? ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. അപ്പോൾ മനസ്സിലാക്കി വെക്കുക, പോളിനോമിയൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ മാത്രമാണ്
ആണ് എന്തുള്ളത് ഡിഗ്രി ഡിഫൈനഡ് ആയിട്ട് ഉള്ളതെന്ന് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം വരുമ്പോൾ നമ്മൾ എന്താണ് അതിൻ്റെ മെത്തേഡ് എന്നുള്ളത് ഏതൊക്കെയാണ് ഇല്ലാത്തതെന്നുള്ളത് നിങ്ങൾക്ക് ഒന്നുകൂടി കൂടുതലായിട്ട് മനസ്സിലാവും. അപ്പോൾ ഇത് നമ്മൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഇതിൻ്റെ പ്രോബ്ലം ആണ്. അപ്പോൾ തിയറി പ്രോബ്ലം അങ്ങനെ ഓർഡറിലാണ് ഞാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യുന്നത് എന്താ വെച്ചാൽ ഈ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രോബ്ലംസ് ആണ്. ഈ ഫസ്റ്റ് പാർട്ടിൽ എന്തൊക്കെ വരുന്ന വെച്ചാൽ ഓർഡർ ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ്റെ പ്രോബ്ലമാണ് നിങ്ങൾക്ക് എക്സാമിന് ഫസ്റ്റ് പാർട്ടായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലോട്ട് പോവാം. നെക്സ്റ്റ് നമ്മൾ പ്രോബ്ലം സെക്ഷനാണ്. ഓർഡർ ആൻഡ് ഡിഗ്രിയുടെ പ്രോബ്ലം സെക്ഷനാണ്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 9th ചാപ്റ്റർ ആണ്. അതുകൊണ്ട് 9.1 ഒന്നാമത്തെ എക്സസൈസ് കംപ്ലീറ്റ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 9.1 എന്ന് പറയുന്ന എക്സസൈസ് കംപ്ലീറ്റ്ലി ഉൾപ്പെടുത്തിയിട്ടുള്ള പ്രോബ്ലമാണ്. ഇതിലൂടെ നിങ്ങൾക്ക് 9.1 100% ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാ ക്വസ്റ്റിനോടെ ഞാൻ ഇൻവോൾവ് ചെയ്തിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നന്നായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി വെക്കുക. പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദി ഓർഡർ ആൻഡ് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഫസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഓർഡർ എഴുതിയ ഹാഫ് മാർക്ക്, ഡിഗ്രി എഴുതിയ ഹാഫ് മാർക്ക്. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ അണ്ടർസ്റ്റാൻഡ് ആക്കേണ്ടത്. ഓക്കെ, 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഫസ്റ്റ് ഇതാണ് dy/dx മൈനസ് കോസ് എക്സ്. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ, dy/dx മൈനസ് കോസ് എക്സ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ നിങ്ങൾ അതിൽ ക്ലാരിറ്റി വരുത്തുക എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ഡിഗ്രിയുടെ കേസിൽ, ഓർഡറിൻ്റെ കേസിലല്ല, ഹയസ്റ്റ് ഓർഡർ നമുക്ക് ഓർഡർ ആയിട്ട് സ്വീകരിക്കാം, നോ പ്രോബ്ലം. അതിപ്പോൾ ഏത് നിങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാത്തിനും നിങ്ങൾക്ക് ഓർഡർ, ഇപ്പോൾ 6 ക്വസ്റ്റ്യൻ ഉള്ള 6 ക്വസ്റ്റിൻ്റെ ഓർഡർ നിങ്ങൾക്ക് പറയാൻ പറ്റും. ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ഓർഡർ dy/dx മാത്രമേ അതിലുള്ളൂ, ഫസ്റ്റ് ഓർഡർ ആണ്, ഓർഡർ ഈസ് കറക്റ്റ്. സെക്കൻഡ് കേസിൽ അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെ ഓർഡർ കണ്ട് എഴുതാം. അപ്പോൾ ഞാൻ ഓർഡറിനൊക്കെ ഞാൻ ഇനി ഓന്ന് എഴുതുന്നുള്ളൂ, സിംപ്ലി സ്പേസ് കളയാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഇംപ്ലൈസ് ഓർഡർ ഈക്വൽ ടു 1, ഇംപ്ലൈസ് ഓർഡർ ഈക്വൽ ടു. സെക്കൻഡ് കേസിൽ ഓർഡർ എത്രയാണ്? 2 ആണ് അല്ലെ, ഹയസ്റ്റ് ഓർഡർ 2 അല്ലേ, ഇവിടെ ഫസ്റ്റ് ഉണ്ട്, ഇവിടെ ഹയസ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഓർഡർ 3 ആണ്, ഓർഡർ ഈക്വൽ ടു 3. ഫോർത്ത് വൺ നിങ്ങൾ എക്സാമിന് ഓർഡർ എന്ന് എഴുതട്ടോ. ഫോർത്ത് വണ്ണിലും എന്ത് മാത്രമേ ഉള്ളൂ? dy/dx മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇംപ്ലൈസ് ഓർഡർ ഈക്വൽ ടു 1. ഫിഫ്ത്ത് വൺ, ഫോർത്ത് ഓർഡർ ഉണ്ട്, തേർഡ് ഓർഡർ ഉണ്ട്, സോ ഫോർത്ത് ഓർഡർ അല്ലേ, ഓർഡർ ഈക്വൽ ടു 4. ലാസ്റ്റ് വൺ അല്ലേ, സ്പെഷ്യൽ അല്ലേ, ഓർഡർ ഈക്വൽ ടു എത്രയാണ്? ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഓർഡർ ആണ്, d²s/dt² അല്ലേ, ഓർഡർ ഈക്വൽ ടു സെക്കൻഡ് ആണ്. ഇപ്പോൾ ഇതിൽ ഓർഡർ എഴുതാൻ ഒരു പണിയില്ല. 6 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർഡർ എഴുതാൻ വളരെ സിമ്പിളാണ്. ഏറ്റവും ഹയസ്റ്റ് ഓർഡറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യുക. യാതൊരു കൺഫ്യൂഷനില്ല, 1/2 മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാം. റൈറ്റ്. നെക്സ്റ്റ് ഡിഗ്രിയുടെ കേസിൽ നിങ്ങൾ ഞാൻ പറഞ്ഞു, ഡിഗ്രിയുടെ കേസിൽ ഒരു കൺഫ്യൂഷൻ നിലനിന്നിരുന്നു. സാറേ പോളിനോമിയൽ ഡിഫറൻഷ്യൽ അല്ലെങ്കിൽ പോളിനോമിയൽ ഫംഗ്ഷൻ മാത്രമാണ് നമ്മൾ ഡിഗ്രി ഉണ്ടാവുള്ളൂ, ഡിഗ്രി ഡിഫൈൻ ആയിട്ടുണ്ടാവുള്ളൂ, അല്ലാത്ത കേസിൽ ഡിഗ്രി ഒക്കെ എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. എന്താണ് പോളിനോമിയൽ? പോളിനോമിയൽ ജനറലി നമ്മൾ പോളിനോമിയൽ ഇക്വേഷൻ നമ്മൾ 11th പഠിക്കുന്ന a0 + a1x + a2x² അപ് ടു a⁴n എന്നാണ്. ഇതേപോലെ തന്നെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ മീൻസ് കോസെക്സ് എന്ന് പറയുന്നത് ഒരു ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് കോസെക്സ്. അപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ഇൻ ടേംസ് ഓഫ് എന്തുണ്ടാവാൻ പാടില്ല? ഇതിപ്പോൾ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് കോസെക്സ് എന്ന് പറയുന്നത്, ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ് അല്ലേ, റേഷ്യോ ആണ്. അതിൽ എക്സിനെ റീപ്ലേസ്, നന്നായി ശ്രദ്ധിക്കണം, എക്സിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ എന്ത് വരാൻ പാടില്ല? ഡിഫറൻഷ്യൽ ഇക്വേഷൻ വരാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് കോസ് dy/dx വരാൻ പാടില്ല, അല്ലെങ്കിൽ സൈൻ dy/dx വരാൻ പാടില്ല. എന്ത് വരാൻ പാടില്ല? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് കേസ് നന്നായി ശ്രദ്ധിക്കട്ടോ. ഒന്നുകിൽ സൈൻ sin കോസെക്സ് വന്നാൽ കുഴപ്പമില്ല, ഇറ്റ്സ് എ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻ ആണ്. ഓക്കെ, sin ഓഫ് എന്ത് വരാൻ പാടില്ല? y' ഓർ കോസ് ഓഫ് dy/dx ഓർ d²y/dx. അപ്പോൾ കോസ് ഓഫ് എക്സ് റീപ്ലേസ് മീൻസ് ആ ഫംഗ്ഷൻ സൈൻ കഴിഞ്ഞിട്ടുള്ള എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരാൻ പാടില്ല? ഡെറിവേറ്റീവ് കണ്ടന്റ് വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ അതിനൊന്നും എന്തുണ്ടായിരിക്കില്ല, അത്തരം ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ് ആയിരിക്കും. ക്ലിയർ? ഇപ്പോൾ ഈ കേസിൽ ഡിഗ്രി എത്രയാണ്? ഇനി നമ്മൾ പറയുന്നത് എങ്ങനെ ഡിഗ്രി കാണാം? നിങ്ങൾ ഏതാണോ ഹയസ്റ്റ് ഓർഡർ ആയിട്ട് ചൂസ് ചെയ്തത്, എല്ലാം നമ്മൾ ഹയസ്റ്റ് ഓർഡർ നമ്മൾ ഓർഡർ കണ്ടുപിടിച്ചു, എടുത്ത ഓർഡറിന്റെ പവറാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ കേസിന്റെ ബേസിൽ കോസെക്സ് ആയ കാരണം നോ ഇഷ്യൂ. ഇവിടെ ഡിഗ്രി എന്താണ്? ഹയസ്റ്റ് ഓർഡർ നമ്മൾ എടുത്തതിന്റെ പവർ എത്രയാണ്? 1 ആണ്. സോ ഡിഗ്രി 1 ആണ്. ഓക്കെ, സെക്കൻഡ് വൺ നീ നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, കോസ് ഓഫ് dy/dx. അപ്പോൾ ഏതിനൊക്കെ വരുന്ന വെച്ചാൽ ലോഗ് ഓഫ് dy/dx വരും. ഇതൊന്ന് നോട്ട് ചെയ്യേണ്ട കാര്യമാണ്. ലോഗ് ഓഫ് dy/dx, അത് dy/dx ഫസ്റ്റ് ഡെറിവേറ്റീവ് ആ, സെക്കൻഡ് ആവും, അപ് ടു n ഡെറിവേറ്റീവ് ആവും. അതുപോലെ ഉള്ളത് പിന്നെ e⁻dy/dx ആണ്.
അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, സാധാരണ എക്സ്പോണൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇ പവർ എക്സ് ആണ്. ആ എക്സിന്റെ സ്ഥാനത്ത് എന്ത് വരാൻ പാടില്ല? ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ടേം വരാൻ പാടില്ല, മീൻസ് ഡെറിവേറ്റീവ് ടേം വരാൻ പാടില്ല, dy/dx വരാൻ പാടില്ല, കോസ് ഓഫ് dy/dx, സൈൻ ഓഫ് dy/dx, ലോഗ് ഓഫ് dy/dx. സാധാരണ ലോഗ് എക്സ് എന്നല്ലേ വരാറ്, ലോഗ് ഓഫ് dy/dx വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ എന്താണ്? ഡിഗ്രി നോട്ട് ഡിഫൈൻഡ് ആണ്. ലോഗ് എക്സ് വന്നാൽ കുഴപ്പമില്ല, സൈൻ എക്സ് വന്നാൽ കുഴപ്പമില്ല, കോസ് എക്സ് വന്നാൽ കുഴപ്പമില്ല. ക്ലിയർ അല്ലേ? അപ്പോൾ സെക്കൻഡ് കേസ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കോസ് ഓഫ് dy/d ഇവിടെ പ്രശ്നമാണ്. എന്താണ്? ഡിഗ്രി എന്താണ്? നോട്ട് ND, നോട്ട് ഡിഫൈൻഡ്. തേർഡ് ഓർഡർ ആണ് നമ്മൾ എഴുതി. ഇ പവർ പ്രശ്നമാണ്. ഡിഗ്രി എന്താണ്? ഡിഗ്രി ഈക്വൽ ടു നോട്ട് ഡിഫൈൻഡ്. തേർഡ് വൺ കോസ് എക്സ് പ്രശ്നമല്ല, കോസ് എക്സ് ഇൻറ്റു dy/d പ്രശ്നമല്ല. ഓക്കെ, ഫസ്റ്റ് ഓർഡർ ഡിഗ്രി എന്താണ്? ഡിഗ്രി അഗൈൻ ഫസ്റ്റ് തന്നെ. ഇവിടെ കേസിൽ സൈൻ ഓഫ് പ്രശ്നമാണ്. ഓർഡർ 4 ആണ്, ഡിഗ്രി എത്രയാണ്? ഏറ്റവും ഹയസ്റ്റ് ഓർഡർ ആണ് നിങ്ങൾ എടുക്കേണ്ടത്, 4 ആണ്. അതിന്റെ പവറാണ് നിങ്ങൾ ഡിഗ്രി എടുക്കേണ്ടത് കേട്ടോ. അതും ശ്രദ്ധിക്കണം. ഏറ്റവും ഹയസ്റ്റ് ഓർഡർ എന്താ, അതിന്റെ പവർ എടുക്കേണ്ടത്. പക്ഷേ ഇവിടെ സൈൻ ഓഫ് ഫംഗ്ഷൻ ഉള്ള കാരണം ഇവിടെ ഡിഗ്രി എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. ലാസ്റ്റ് വൺ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ d² s/dt², മീൻസ് എന്താണ്? s/t എന്ന് പറയുന്നത് s എന്ന് പറയുന്നത് സംതിങ് മൂവ്മെന്റ് ആണെങ്കിൽ വിത്ത് റെസ്പെക്ട് ടു ടൈമിനനുസരിച്ച്, അതാണ് d² s/dt² എന്നുള്ളത്. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം എന്നുള്ള ഒരു കോൺസെപ്റ്റില് s ഈക്വൽ ടു ഫംഗ്ഷൻ വിത്ത് ടൈം ഡിസ്പ്ലേസ്മെന്റിൽ d² s/dt² എന്ന് പറഞ്ഞ ഇക്വേഷൻ ക്രിയേറ്റ് ആയെന്ന് മാത്രമേ ഉള്ളൂ. വേറെ ഇഷ്യൂ ഒന്നുമില്ല ഇവിടെ. ഇവിടുത്തെ കേസിൽ പ്രശ്നമില്ല. ഡിഗ്രി എന്താണ്? ഡിഗ്രി ഏതാണ്? ഹയസ്റ്റ് ഓർഡർ. ഇതാണ് ഹയസ്റ്റ് ഓർഡർ. ഇവിടെ നിങ്ങൾ പവറിൽ 3 കാണുമ്പോൾ എടുത്ത് പോകരുത്. ഹയസ്റ്റ് ഓർഡർ ആണ് ഓർഡർ ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ഓൾ പവർ 1, അതാണ് ഡിഗ്രി ആയിട്ട് സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ 9.1 കംപ്ലീറ്റ്ലി ക്രാക്ക്ഡ് ആണ്. എല്ലാ ക്വസ്റ്റിനും ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് മുഴുവൻ ക്വസ്റ്റ്യൻസും 9.1 സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഓർഡർ ആൻഡ് ഡിഗ്രി എന്നുള്ളത് വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. 9.1 എക്സസൈസ് കംപ്ലീറ്റ്ലി സോൾവ്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാം പാർട്ടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ പാർട്ടായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേലിസ്റ്റിൽ പോയിട്ട് നിങ്ങൾ കറക്റ്റ് ചാപ്റ്റേഴ്സ് ഓർഡറിൽ എന്ത് ചെയ്യുക, ചെക്ക് ചെയ്ത് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ.